ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നും ഞാനൊരു ചെറിയ ലഞ്ചിൻ്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാം. ഇന്നും സ്പെഷ്യലൊന്നുമില്ല, സാധാരണ എപ്പോഴത്തെയും പോലെ ഒരവിയലുണ്ട്, ഒരു പാൽപ്പിളിയാണം ഉണ്ടാക്കുന്ന മീൻ പൊരിച്ചതും. പാൽപ്പിളിയാണം ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ കിച്ചണിൽ വന്ന ഉടനെ കുറേ തേങ്ങ തിരുവുന്നതാണല്ലോ പാട്. കിച്ചണിലാണെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. നിങ്ങളവിടെയൊക്കെ ചൂടുണ്ടോ? ഇവിടെയൊക്കെ ഭയങ്കര ചൂട്. വൈകിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്നാലും ചൂടിന് ഒരു കുറവുമില്ല. മോനെ മീൻ വാങ്ങാൻ വിട്ടതിന് ശേഷമാണ് കിച്ചണിൽ കയറിയത്. ആദ്യം തന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മലക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് ഒരു ചെറിയ അവിയലുണ്ടാക്കി. കുക്കറിൽ വെച്ച് 2 വിസിൽ അവിയൽ റെഡിയായി. ആ സമയം കൊണ്ട് അവിയലിന് അരപ്പും ഇട്ട് അതിളക്കി. ഞാൻ കടുക് പൊട്ടിക്കത്തില്ല, കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കത്തുള്ളൂ അവിയലിന്. നിങ്ങളും അങ്ങനെയാണോ? ഇനി പാൽപ്പിളിയാണം ഉണ്ടാക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ഉലുവ ഇട്ട് നന്നായിട്ട് ഉലുവ മൂത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് തക്കാളിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് തീ നന്നായിട്ട് കുറച്ചിട്ട് നന്നായിട്ട് വാട്ടി എടുക്കണം. ഇനി പാൽപ്പിളിയാണത്തിന് ആട്ടുന്നത് 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള പുളി, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സിയിൽ ആട്ടിയെടുക്കും. അതിനുശേഷം ഒരു വലിയ മുറി തേങ്ങ തിരികെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ അതും ആട്ടി ഈ വലിയ മിക്സിയുടെ ജാറിൽ തന്നെ പിഴിഞ്ഞൊഴിക്കും. കാരണം വേറെ ഒരു പാത്രം കഴുകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ തന്നെ അത് ചെയ്യുന്നത്. ഈ ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ ഒരുപാട് നന്നായിട്ട് കുഴഞ്ഞ് വരണം. അതിനുശേഷം നമ്മൾ ഈ ആട്ടി വെച്ചിരിക്കുന്ന മുളകും മല്ലിയും എല്ലാം പാലും എല്ലാം കൂടെ മിക്സാക്കി വെച്ചിരിക്കുന്നതും കൂടെ അരപ്പൊഴിച്ച് പാൽപ്പിളിയാണം നന്നായിട്ട് തിളപ്പിക്കണം. നല്ലപോലെ പുളിയാണം തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ഇത്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണേ. അത് വേറൊന്നുമല്ല, കുറച്ച് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് മിക്സിയിൽ ജ്യൂസ് അടിക്കുവാണ്. ജ്യൂസും കുടിച്ചതിന് ശേഷം മീൻ വെട്ടി, ചെറിയ 3 ചൂര മീനാണ് കിട്ടിയത്. അത് 3-4 പീസ് എടുത്ത് വറുക്കാനും എടുത്ത് ബാക്കി കറിക്ക് വിട്ട്. കറി ശരിയായി വന്നപ്പോഴത്തേക്ക് അത്ര നല്ല മീനല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. കറിയൊക്കെ എല്ലാവരും കൂട്ടി നല്ല ചോറായിരുന്നു. ചോറും അവിയലും പാൽപ്പിളിയാണവും മീൻ വറുത്തതും അച്ചാറും കൂട്ടി കഴിച്ചു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.